ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആണ്. അതിനുവേണ്ടി ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതാ പിന്നെ കളർ എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അതൊരു സ്പോഞ്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാം. ഈ സ്പോഞ്ച് നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പോഞ്ചില്ലേ, അതേ കൂട്ട് പറഞ്ഞാൽ ഉണങ്ങിയതെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രയോജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ബ്രഷിൻ്റെ ഇങ്ങനെ ആ സ്ട്രോക്ക് നന്നായിട്ട് നമ്മൾ വരയ്ക്കുന്ന അതിൽ കാണാൻ പറ്റും. പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ ആ ഒരു സ്ട്രോക്ക് അതിൽ തന്നെ നിൽക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉള്ളിയുടെ തോലാണ്. അപ്പോൾ ഉള്ളിത്തോണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ വലുതായിട്ട് പൊളിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഏത് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മൊത്തം കുഞ്ഞായിട്ട് പിച്ചിപ്പറിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇതുപോലെ എടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കണേ. അപ്പോൾ നമുക്ക് ഇത്തിരി സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വെക്കാം. ഒരു 4-5 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് സ്മൂത്തായി കിട്ടും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ പെറുക്കിയെടുക്കാം. അതിൽ നിന്ന് ഇതാ ബോട്ടിൽ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഒരു 2 കോട്ട് ഞാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ യെല്ലോ പെയിൻറ്റ് കുറച്ചേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കോട്ടിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോട്ടും കൂടി അടിക്കുവാണെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഉള്ളിയുടെ തോലിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഫ്ലവറിൻ്റെ ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പെറ്റൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്താ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഇത്തിരി വൈഡ് റൗണ്ടായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഇതിന് നല്ലൊരു കളറുണ്ട്. പക്ഷേ എല്ലാ പെറ്റലിനും ഇത്രയും കളർ കിട്ടില്ല. ഓരോന്നിനും ഓരോ കളറല്ലേ. അപ്പോൾ ഞാൻ ഇത്തിരി പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കളർ തന്നെയാണെങ്കിലും മതി കേട്ടോ. പെയിൻ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. പിങ്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അക്രിലിക് പെയിൻ്റ് ഉണങ്ങുന്ന ഒട്ടും താമസമില്ല കേട്ടോ. ഇപ്പോൾ അതായത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് പാറ്റേൺ ഒന്ന് വെച്ച് നോക്കാം. ഒന്ന് വെച്ച് നോക്കി എത്ര പെറ്റൽ വേണം എന്നൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ പിന്നെ ഗ്ലൂ തേച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അല്ല ആദ്യം തന്നെ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്ത് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പെറ്റലായെന്ന് വരില്ല. ഇതാ ഒരു സെറ്റ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് തലേ ദിവസം പെയിൻ്റ് അടിച്ച് വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ പെറ്റൽസ് ഒട്ടിച്ചത്. അപ്പോഴത്തേക്ക് ഈ പെറ്റൽ ഇച്ചിരി ഡ്രൈ ആയി പോയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പെയിൻ്റ് അടിച്ച് ഉണങ്ങി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചോളൂ. പിന്നെ അങ്ങനെ ഡ്രൈ ആയി പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഗ്ലൂവിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് മെല്ലെ മെല്ലെ വെറ്റായി സോഫ്റ്റായി വരും. പക്ഷേ അത് നമുക്കിങ്ങനെ ഫ്ലാറ്റാക്കി ഒട്ടിച്ചെടുക്കാൻ ഇത്തിരി ടൈം എടുക്കുവേ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കാതെ ഒട്ടിച്ചോളൂ. ഇപ്പോൾ ഇതാ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഭംഗിയൊക്കെ ആയല്ലേ. ഇനി ഇതാ ലീഫിന് വേണ്ടി എടുത്തിരിക്കുന്നതും ഉള്ളിത്തൊലി തന്നെയാണ്. ഉള്ളിത്തൊലി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ആ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ലീഫ് ഗ്രീനാണ് ഞാൻ പെയിൻറ്റ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ലീഫൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്തിരി കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മുത്തുകളാണ്. ഞാൻ ചുരിദാറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മുത്തൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തത്. ഇപ്പോൾ ഇതില്ലെങ്കിൽ ഈ കുട്ടികളുടെ മാലയൊക്കെ പൊട്ടിപ്പോകുന്നില്ലേ, ആ മുത്തും സ്റ്റോണും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പഴയതൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോൺ എടുത്തിട്ട് ഞാൻ ഈ പെറ്റൽസിൻ്റെ ഒക്കെ ഉള്ളിൽ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മുത്തുകളൊക്കെ എടുത്തിട്ട് ചുറ്റുമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതാ താഴെ ഒരു റെഡ് ബട്ടൺ കാണും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും. അതിലൊരു ഓൾ നോട്ടിഫിക്കേഷൻ കൂടി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കിട്ടും. നല്ല ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേരാം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻസായിട്ട് അറിയിക്കണേ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കിട്ടുമ്പോഴാണ് എന്തൊക്കെയാണെന്ന് അറിയാനും പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നതിൻ്റെയാണ് ആ ത്രെഡ് പോലെ കാണുന്നത്. അത് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ അതങ്ങ് പറിച്ച് കളഞ്ഞാൽ മതി, പൊയ്ക്കോളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗൺ വേണ്ട ഫെവി ബോണ്ടോ ഫെവിക്വിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നെക്ക് പോർഷൻ കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൂളൻ ത്രെഡാണ്. പിങ്ക് കളർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്കിൽ ഇതൊന്ന് ചുറ്റി കൊടുക്കാം.
അപ്പോൾ தான் നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട്. ഉള്ളിത്തോണ്ട് നമ്മൾ എപ്പോഴും വേസ്റ്റാക്കി കളയുന്നതാണ്. ഇനിയിപ്പോൾ അത് കളയുന്ന ടൈമിൽ കുറച്ചെടുത്ത് വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഉള്ളിത്തോലാണല്ലോ എന്ന് വിചാരിക്കേണ്ട, അത് കുറേ നാൾ കേടുകൂടാതിരിക്കും. പിന്നെ ഇതിന് മേളിൽ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കണം, എങ്കിലാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഞാനിതിന് മേളിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞാനിപ്പോൾ കാണിച്ചു തരുന്നില്ല, കാരണം ഞാൻ കുറേ ബോട്ടിൽസ് ഒരുമിച്ചാണ് അടിക്കാറ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനൽ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്